എൻ്റെ പേര് സിന്ധു ഡെൽസൺ. ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ചെറുതായിട്ടൊക്കെ ഞാൻ പാട്ട് പാടും. അപ്പോൾ ആ സമയത്താണ് എനിക്ക് വെറുതെ ഒരു ദിവസം ഇരുന്നപ്പോൾ മാതാവിനെക്കുറിച്ച് എനിക്ക് ഒരു 5-6 ലൈൻ എനിക്ക് ഇങ്ങനെ വന്നു എൻ്റെ മനസ്സിൽ. അപ്പം ഒരു ട്യൂൺ ഇട്ടിട്ട് ഞാനത് പാടി. മോൻ മ്യൂസിഷ്യനാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എനിക്കിത് കവർ സോങ് ചെയ്ത് റീല് ചെയ്ത് മാതാവിനെക്കുറിച്ച് എല്ലാവരും അറിയണം. അപ്പോൾ എനിക്ക് മോൻ അത് ചെയ്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഒക്ടോബർ 26 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവരും സാക്ഷ്യത്തിൽ പറയുമല്ലോ, ഞങ്ങൾക്ക് ഇന്ന ഗിഫ്റ്റ് കിട്ടി എന്നൊക്കെ. അപ്പോൾ ഞാനും പറഞ്ഞു, മാതാവേ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഗിഫ്റ്റ് വേണമെന്ന്. അപ്പോൾ എനിക്കെന്ത് ഗിഫ്റ്റാത്തായിരുന്നു ഒക്ടോബർ 26 എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം രാത്രി മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു സോങ് ഉണ്ട്, അമ്മ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു ഫിലിമിലേക്കാണ്. അവൻ എന്നെ പാടി ഡയറക്ടർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഡയറക്ടർക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതായത് എൻ്റെ ആ ഒരു വോയിസ് ആയിരുന്നു ആ ഫിലിമിന് വേണ്ടതെന്ന് പറഞ്ഞു. ഭയങ്കര ഒരു അനുഗ്രഹമായിട്ടാണെന്ന് എനിക്ക് തോന്നി. വീണ്ടും എൻ്റെ മോൻ പറഞ്ഞു, അമ്മയുടെ പാട്ട് ഫിലിമിലേക്ക് എടുത്തു, അത് ലിറിക്കൽ വീഡിയോ ആയിട്ട് ഇടാൻ അനുവാദം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫിലിം അന്നേരം റിലീസായിട്ടില്ല. ആ പാട്ട് ലിറിക്കൽ വീഡിയോ ആയിട്ട് നവംബർ 11 തീയതി അത് ഇട്ടു. പക്ഷെ അന്ന് ആ ഡേറ്റ് മുതൽ ആ വീഡിയോ, ആ സോങ് ഭയങ്കരമായിട്ട് ഹിറ്റെന്നല്ല മെഗാ ഹിറ്റായി. ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഞാൻ മനസ്സിലോർത്തത് എൻ്റെ മാതാവിന് ഈ പാട്ട് എഴുതി മാതാവിനെ മഹത്വപ്പെടുത്തി ലോകം മൊത്തം അറിയിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ മാതാവ് തിരിച്ച് എനിക്കൊരു സമ്മാനം തന്നത് എൻ്റെ പാട്ട് ലോകം മൊത്തം